കാണാതെ കുത്തിയിരിക്കണേ. വന്ന് കേറിയോ? ഓ, വന്നത് പിടിച്ചില്ലല്ലോ. കൈവിടാമോള് ചവിട്ടി കുറവേ വെക്കും. നീ നിന്റെ ഒരു പൗലോസ് കള്ളം കുടിച്ചോണ്ട് വന്ന് കേറിയിട്ടുണ്ട്. ഇന്നിനി പൂരായിരിക്കും. എന്താ അച്ഛോ? കുറച്ച് വെള്ളം തരാമോ കുടിക്കാൻ? അച്ഛനിങ്ങോട്ട് ഇരുന്നാട്ടെ. അച്ഛനെ എവിടുന്നാ? കുറെ ദൂരെ ഉള്ളതാ. എനിക്കല്പം ആഹാരം എന്തെങ്കിലും തരാമോ? ഞാൻ തന്നെ വളരെ കഷ്ടത്തിലാണ് അച്ഛോ കഴിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നുമില്ല. പാത്രത്തിൽ 1 മണി അരിയെങ്കിലും കാണാതിരിക്കുമോ? എന്തിനാണ് 1 മണി അരി? ചെന്ന് നോക്ക്, ഉള്ളതെടുത്തുകൊണ്ട് വരൂ. പാത്രം കൊട്ടിക്കൊടഞ്ഞ് നോക്കിയിട്ട് ഇതേ കിട്ടിയുള്ളൂ അച്ചു. കർത്താവിനെ വിചാരിച്ച് വെള്ളം തിളപ്പിച്ച് ഈ അരി കഴുത്തിലിട്ടു. കർത്താവ് ഒരു കാലം ചോറ് തരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ. കർത്താവ് കരുണയുള്ളവനാ. ഒരു പിടി അന്നം തരണേന്ന് രാത്രി മുഴുവൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടച്ചു. ആ, ഞാനിട്ടേക്കാം. എന്റെ കർത്താവേ, ഇതെന്തൊരു കളിയാ! അച്ചോ, അച്ചോ, വന്നു. ഇതെന്ത് അതിശയമാ! തലമുറ ചോറ്. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണയുള്ളവനാണെന്ന്. ഒന്നുമല്ല, അച്ഛന്റെ കൈപ്പുണ്യം കൊണ്ടാ. എന്തായാലും ചോറ് കിട്ടിയില്ലേ, നമുക്ക് വയറു നിറയെ കഴിക്കാം. വരും. അച്ചോ, ഒന്ന് കണ്ണു പറഞ്ഞേ. ഇതാരാന്ന് നോക്കിക്കേ. നമ്മുടെ പൗലോസൂട്ടി വന്നിരിക്കുന്നു. എന്റെ പൗലോസൂട്ടി വന്നു. എന്റെ പൗലോസൂട്ടി വന്നോ? വന്നച്ചോ, ഇനി അടുത്ത് വാങ്ങുനി. അച്ഛന്റെ അടുത്ത് വന്നിരിക്കെ. വേണ്ടച്ചോ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ.
സമാധാനമായി പൗലോസൂട്ടി. ഇനി എനിക്ക് കർത്താവിന്റെ അടുത്തേക്ക് പോവാം. അച്ചോ, മോന് തരാൻ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അച്ഛനിതാ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ചോ, ഇരിക്കുവല്ലേ? താൻ എന്തിനാണോ വന്നത്? അച്ഛനാ ആറ്റിയോട് വരെ ഒന്ന് വരണം. അവിടെ പിശാചിന്റെ ശല്യമാണെന്നാ പറയുന്നത്. പിശാചിന്റെ ശല്യമോ? അതെ. അത് കൊള്ളാമല്ലോ. ആ, വന്നാലതൊന്ന് കാണുകയും ചെയ്യാമല്ലേ? ശരി, താൻ പൊയ്ക്കുള്ളൂ. തോമാച്ച, രാത്രി ആറ്റിടവിൽ പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തോളൂ. തന്റെ കൂടെ ഐത്താപ്പിരി ഒന്ന് വിളിച്ചോളൂ. ആ, ഹരിയാരെന്താ പതിവില്ലാതെ? നമുക്കൊരു മോളുള്ള വിവരം ഇങ്ങക്കറിയാലോ. ബിയാസിന് എന്തു പറ്റി? നമ്മൾ അവളുടെ നിക്കാഹ് നടത്താൻ ഉറച്ച്. അതേതായാലും നന്നായി. എവിടെയാണ് ബിയാത്തിനെ കെട്ടിച്ചയക്കുന്നത്? എങ്ങും അയക്കണില്ല എന്ന്, വീട്ടിൽ തന്നെ. എന്ത്? വീട്ടിലോ? നിങ്ങൾ നമ്മുടെ കുഞ്ഞാലിന്റെ കാര്യം മറന്ന. പെങ്ങള് പെണ്ണും കെട്ടിയവനും അപകടത്തെ മെയ്യത്തായപ്പോ ഓനെ നമ്മുടെ കയ്യിലാ ഏൽപ്പിച്ചത്. ഓന്റെ ബാപ്പയും ഉമ്മയും എല്ലാം നമ്മളാ. ഇനിയിപ്പം ബിയാത്തുനെ കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ കച്ചവടക്കാരെ ഓനെ ഏൽപ്പിച്ച നമുക്ക് സമാധാനായി. അത് കൊള്ളാമല്ലേ? അങ്ങനെ പറഞ്ഞ പോരാ, നിങ്ങൾ വന്നിരുന്ന് നമ്മുടെ മോടെ നിക്കാഹ് നടത്തി തരണം. അതാണ് നമ്മുടെ ആശ. അതിനെന്താ, ഞാൻ കൂടെ വന്നിരുന്ന് നമ്മുടെ ബിയാത്തിന്റെ നിക്കാഹ് നടത്തും. നമുക്ക് സന്തോഷായി. പിന്നെ കുഞ്ഞാലിയുടെ ബാപ്പന്റെ സ്ഥാനത്ത് നിങ്ങൾ വേണം നിൽക്കാൻ. അലിയാരുടെ കൂടെ ഞാനുണ്ടാകും. എന്റെ ഒരു ചങ്ങാതി അലിയാർ മാത്രമാണ്. അത് മതി. അപ്പോ നമ്മൾ ഇറങ്ങട്ടു. ശരി. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തൊരു കൂത്താ! ഈ ഇത്താപ്പിരി ചേട്ടന് മുഴുപ്പില്ല. എനിക്കൊരു പിരിയില്ലടി വലിയാമേ. നീ എന്റെ എല്ലാ പിരി അഴിച്ചിട്ടേക്കല്ലേ. നമ്മുടെ ഈ നിപ്പും പിന്നെ ഈ ഇരിപ്പും പിന്നെ ഈ വേഷമൊക്കെ കൂടെ കാണുമ്പോ അധ്യാനെങ്ങാനും വന്നാ പല്ലൊക്കെ വിചാരിക്കൂലേ? അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കൂല്ലടി കള്ളി. ഞാനിതൊക്കെ മാറി. നീ ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ മാറുന്നേ? ഇത്താപ്പിരി ചേട്ടാ, എന്റെ വായിന്ന് നല്ലതിനെ കേൾക്കും കേട്ടോ. നട്ടുച്ച നേരത്ത് വന്നെന്ന് പറയുന്ന വർത്തമാനം കിട്ടില്ല. അവിടെ നടി, നീ അറിഞ്ഞില്ലേ? എന്തോന്നു? ഞാനിപ്പോ അച്ഛന്റെ കൂടെയാ. ഏതച്ഛന്റെ കൂടെ? പള്ളിയിലെ അച്ഛന്റെ കൂടെ. അല്ല പിന്നെ കൊള്ളാം. ഞാൻ ആയക്കൂടെ കേറി പറ്റിയടി. അപ്പൊ പിന്നെ തൊമ്മൻ എപ്പോഴാ അവിടെയെന്നും എപ്പോഴാ ഇവിടെയെന്നും എപ്പോഴാ എവിടെയൊക്കെയെന്നൊക്കെ എനിക്കറിയാവല്ലോ. അറിയാവല്ലോ. അറിഞ്ഞോണ്ട് ഇവിടെ തന്നെ നിന്നാ മതി. ശരി ശരി. ഞാൻ ഇന്ന് കണ്ടതും ശരിയായില്ല, വന്നതും ശരിയായില്ല, നിന്നതും ശരിയായില്ല. ഇന്ന് ഞാൻ ഏത് ശവത്തിനെയാണാവോ കണി കണ്ടത്? ഓ, ആ തൊമ്മന്റെ തിരുമുഖം. അപ്പൊ പിന്നെ ശരിയാവില്ല. എല്ലാം കൂടി ആടിക്കൂടി വന്നതാ. അപ്പോഴേക്കും അവള്. കർത്താവേ, എന്തൊക്കെയായാലും എന്റെ മനസ്സ് ശുദ്ധമാന്നേ.